വെനിസ്വേലയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇന്ത്യയിലേക്ക് വൻതോതിൽ എത്തുന്നു. 20 ലക്ഷം ബാരൽ വരെ എണ്ണ വഹിക്കാൻ ശേഷിയുള്ള ഭീമൻ ടാങ്കറുകളാണ് ഇപ്പോൾ ഇന്ത്യൻ തീരങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. അമേരിക്കൻ ഉപരോധങ്ങളിൽ ഇളവ് ലഭിച്ചതോടെ വെനിസ്വേലയുടെ എണ്ണ വിപണി സജീവമായതാണ് ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം. ഭീമൻ കപ്പലുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഗതാഗത ചിലവ് കുറയ്ക്കാനും വേഗത്തിൽ എണ്ണ എത്തിക്കാനും സാധിക്കുമെന്നത് ഇന്ത്യക്ക് വലിയ നേട്ടമാകും. റോയിട്ടേഴ്സ് റിപ്പോർട്ട് പ്രകാരം വിറ്റോൾ, ഡ്രാഫിഗുറ തുടങ്ങിയ വൻകിട ട്രേഡിംഗ് ഹൗസുകൾ നിസോസ്, കിയ, നിസോസ് കിത്നോസ്, അർസാന എന്നീ ഭീമൻ ടാങ്കറുകൾ വെനിസ്വേലയിലെ ജോസ് ടെർമിനലിൽ നിന്ന് എണ്ണ എത്തിക്കുന്നതിനായി വാടകയ്ക്കെടുത്തു കഴിഞ്ഞു. ഇവയെല്ലാം ഇന്ത്യയിലേക്കാണ് വരുന്നത്. സാധാരണ ടാങ്കറുകളെ അപേക്ഷിച്ച് 4 ഇരട്ടി അധികം എണ്ണ വഹിക്കാൻ ശേഷിയുള്ളവയാണ് ഈ ടാങ്കറുകൾ. അടുത്ത മാസത്തോടെ വെനിസ്വേലൻ എണ്ണയുടെ വരവ് ഇന്ത്യയിൽ സജീവമാകും. ഇന്ത്യൻ റിഫൈനറികളെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമായ ഒരു നീക്കമാണ്. 2019 അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്നതിന് മുമ്പ് വെനിസ്വേലൻ ക്രൂഡ് ഓയിലിന്റെ ലോകത്തിലെ 3ാമത്തെ വലിയ ഉപഭോക്താവായിരുന്നു ഇന്ത്യ. ഇപ്പോൾ ഉപരോധങ്ങളിൽ ഇളവ് വന്നതോടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ഉൾപ്പെടെയുള്ള കമ്പനികൾ വെനിസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് റിലയൻസ് വെനിസ്വേലയിൽ നിന്ന് നേരിട്ട് എണ്ണ വാങ്ങുന്നത്. റിലയൻസിന് പുറമെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, HPCL, മിത്തൽ എനർജി എന്നീ കമ്പനികളും വെനിസ്വേലൻ എണ്ണ വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിലെ കുറവ് നികത്താനും സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനും ഇതിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നു. വെനിസ്വേലയുടെ മെറി ഹെവി ക്രൂഡ് വിലക്കുറവിൽ ലഭിക്കുന്നത് ഇന്ത്യൻ കമ്പനികൾക്ക് ആശ്വാസമാകും. ഉപരോധങ്ങളിൽ ഇളവ് ലഭിച്ചതോടെ വെനിസ്വേലയുടെ എണ്ണ കയറ്റുമതിയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡിസംബറിൽ പ്രതിദിനം 5 ലക്ഷം ബാരലായിരുന്ന കയറ്റുമതി ജനുവരിയിൽ 8 ലക്ഷം ബാരലായി ഉയർന്നു. വൻതോതിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും അത് സൂക്ഷിക്കാൻ വെനിസ്വേല പ്രയാസപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായുള്ള വ്യാപാരം സജീവമാകുന്നത് വെനിസ്വേലയ്ക്കും ഗുണകരമാകും. വരും മാസങ്ങളിൽ കൂടുതൽ ഭീമൻ ടാങ്കറുകൾ ഇന്ത്യയിലേക്ക് എണ്ണയുമായി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം വെനിസ്വേലയിൽ നിന്നുള്ള എണ്ണ ടാങ്കർ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് US സൈന്യം പിടിച്ചെടുത്തതായി വിവരം. കരീബിയൻ കടലിൽ നിന്ന് US സൈനികർ കപ്പൽ ട്രാക്ക് ചെയ്യുകയായിരുന്നു. കരീബിയൻ കടലിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള ദൂരം 10,000 മുതൽ 15,000 കിലോമീറ്റർ വരെയാണ്. വലിയ ദൂരത്തിൽ കപ്പൽ ട്രാക്ക് ചെയ്ത ശേഷം ടാങ്കർ US സൈന്യം അത് പിടിച്ചെടുക്കുകയായിരുന്നു. US സദേൺ കമാൻഡ് Xലെ ഒരു പോസ്റ്റിൽ US സൈന്യം ഒറ്റ രാത്രി കൊണ്ട് കപ്പലിൽ കയറി അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുവെന്നാണ് പറയുന്നത്. ബെർത്ത എന്നാണ് കപ്പലിന്റെ പേര്. പെന്റഗൺ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ടാങ്കറിന് നേരെ പറക്കുന്ന US സൈനിക ഹെലികോപ്റ്ററുകൾ കാണാം. തെക്കേ അമേരിക്കൻ രാജ്യമായ വെനിസ്വേല വർഷങ്ങളായി US എണ്ണ വിലക്ക് നേരിടുന്നുണ്ട്. ആഗോള വിതരണ ശൃംഖലയിലേക്ക് അസംസ്കൃത എണ്ണ കടത്തുന്നതിനായി വെനിസ്വേല മറ്റ് രാജ്യങ്ങളുടെ പതാകകൾ വഹിക്കുന്ന കപ്പലുകൾക്ക് തങ്ങളുടെ എണ്ണ വിൽക്കുന്നുണ്ടെന്ന് US അവകാശപ്പെടുന്നു. ജനുവരിയിൽ US സൈനിക നടപടിക്കിടെ ടാങ്കറുകൾ തടഞ്ഞതിനെ തുടർന്ന് മഡുറോയെ സമ്മർദ്ദത്തിലാക്കാൻ ഡിസംബറിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടാങ്കറുകളെ ഒറ്റപ്പെടുത്താൻ ഉത്തരവിട്ടു. ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ വിദേശ ആസ്തി നിയന്ത്രണ ഓഫീസിന്റെ വെബ്സൈറ്റ് പ്രകാരം US സൈന്യം പിടിച്ചെടുത്ത ബെർത്ത എന്ന കപ്പലിന് കുക്ക് ദ്വീപുകളുടെ പതാകയുണ്ട്. ഇറാനുമായി ബന്ധപ്പെട്ട US ഉപരോധങ്ങൾക്ക് വിധേയമാണിത്. ടാങ്കർ ട്രാക്കർ സഹസ്ഥാപകനായ സമീർ മന്ദാനി പറയുന്നതനുസരിച്ച് മഡുറോയുടെ പിടിയിലായതിനു ശേഷം കുറഞ്ഞത് 16 ടാങ്കറുകളെങ്കിലും വെനിസ്വേലൻ തീരത്ത് നിന്ന് പലായനം ചെയ്തു. കപ്പലുകളുടെ നീക്കങ്ങൾ രേഖപ്പെടുത്താൻ തന്റെ സംഘടന ഉപഗ്രഹ ചിത്രങ്ങളും ഉപരിതല ഫോട്ടോഗ്രാഫുകളും ഉപയോഗിച്ചതായി അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.